നമ്മൾ ന്യൂസ് ആംഗിളിൽ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൂർണ്ണമായ ഏകീകരണം UDF അനുകൂലമായി ഉണ്ടാകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന വിലയിരുത്തൽ. എന്നാൽ എക്സിറ്റ് പോളുകളിലെ കണക്കുകൾ പ്രകാരം വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ട് ചോർച്ച LDF ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ 30% പിന്തുണ ഇപ്പോഴും LDF ഉണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ UDF കരുതുന്നത് പോലെയുള്ളൊരു തൂത്തുവാരൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. പ്രസാദ് ഉറുമ്പശ്ശേരി നമുക്കിപ്പോൾ തത്സമയമുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ UDF അനുകൂലമായ പ്രവചനം നടത്തുന്നു. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായൊരു ട്രെൻഡ് ഇല്ല. UDF പറയുന്ന തരത്തിലേക്ക് ഒരു 100-110 സീറ്റ് UDF പറയുന്ന രീതിയിലേക്ക് പോകുന്നില്ല. എന്നാൽ LDF പറയുന്ന പോലെ LDF അനുകൂലമല്ലെങ്കിലും LDF തള്ളിക്കളയുന്നുമില്ല ഈ എക്സിറ്റ് പോളുകൾ. നേതാക്കളൊക്കെയും രണ്ടിടത്തെ നേതാക്കളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നു എന്ന് കോൺഗ്രസും UDF ക്യാമ്പും വിശ്വസിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം എക്സിറ്റ് പോളുകളിലെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്ന കാര്യം. എന്താണ് നിലവിലെ വിലയിരുത്തൽ, പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ അത്രയധികം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സർവേകളിൽ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് മുസ്ലിം വിഭാഗത്തിന്റെ 31%, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ 34% ഇപ്പോഴും LDF ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ പുറത്തു വന്ന ടുഡേസ് ചാണക്യ പ്രകാരം മുസ്ലിം വിഭാഗത്തിന്റെ 33%, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ 34% LDF ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ ചില കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പം 2006 മുതൽ 2021 വരെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശരാശരി മുസ്ലിം വോട്ടുകൾ 34% ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിൽ 32% ശരാശരി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് സൂചന കിട്ടുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഗണ്യമായ ഒരു കുറവ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം ഇടതുപക്ഷ UDF പ്രധാനമായി കരുതിയിരുന്നത് വടക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു സ്വീപ്പിംഗ്, ഒരു തൂത്തുവാരൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് 2 ജില്ലകളാണ് അങ്ങനെ ഉണ്ടായാൽ LDF വലിയ തിരിച്ചടി ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ നിലവിൽ തന്നെ 16 സീറ്റുകളുള്ളതിൽ നിലവിൽ തന്നെ 13 സീറ്റുകൾ UDF ഉണ്ട്. ഇനി കൂടി പോയാൽ 1-2 സീറ്റുകൾ അധികമായി നേടിയേക്കാം. അപ്പോൾ മലപ്പുറത്തല്ല അവർക്ക് അതിന്റെ റിസൾട്ട് വേണ്ടത്, കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPIM തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അത് UDF കരുതുന്ന തരത്തിൽ 13 സീറ്റുകൾ ഉള്ളതിൽ 11 സീറ്റും അവർ കണക്കുകൂട്ടൽ 9 മുതൽ 11 സീറ്റ് വരെ UDF പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ഈ ഒരു കണക്ക്. എക്സിറ്റ് പോളുകളാണ് പക്ഷേ ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കൊയിലാണ്ടി, നാദാപുരം മുതൽ പേരാമ്പ്ര വരെ, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ, കുന്ദമംഗലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വിജയിക്കാൻ കഴിയുമെന്നൊക്കെ UDF ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് നടക്കുക. ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ലഭിച്ച ആക്സിസ് മൈ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിട്ടുള്ളത്. പക്ഷേ ടുഡേസ് ചാണക്യ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ്. അത് ഇടതുപക്ഷത്തിന് കൂടി LDF കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ളതാണ്. ഇനിയിപ്പോൾ വടക്കൻ കേരളം കഴിഞ്ഞ് അടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്നത് പോലെ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിലും ഈ പറയുന്നത് പോലെ UDF അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ തൂത്തുവാരൽ ഉണ്ടാകുന്നത്, അടച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഉണ്ടാകില്ല എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. അതിനൊരു പക്ഷേ ഒരു പ്രധാന ഘടകം കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF നിൽക്കുന്നുണ്ട്. അതിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ AP സമസ്ത ഒരു വലിയ പിന്തുണ LDF നൽകുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ കാരണമായേക്കാം. പിന്നെ ഈ വന്നിട്ടുള്ള ഈ വർധനവ് എന്ന് പറയുന്നത് SIR ശേഷം നമുക്കറിയാം വലിയ തോതിലുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച രീതിയിലുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഒരു ആശങ്ക ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാകാം ഈ വോട്ടിങ്ങിലുള്ള ഒരു വർധനവ് വന്നിട്ടുള്ളത്. അപ്പോൾ UDF കരുതുന്നത് പോലെ ഒരു തരത്തിൽ ഒരു ജില്ല മുഴുവൻ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വരില്ല എന്ന് തന്നെയാണ് നമുക്കതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ പ്രസാദ്, ശരി. അപ്പം അതാണ് നിലവിലെ എക്സിറ്റ് പോളുകൾ. അതിന് പിന്നാലെ വന്ന ഒരു നിലവിലെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ. തുടർ ഭരണമോ ഭരണമാറ്റമോ, കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.